പൊന്നു സ്വിമ്മിംഗ് പൂളെല്ലാം നോക്കിയാ. ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സി ഫാമിലി. ഇപ്പോൾ നമ്മളുള്ളത് ചൈനയിലുള്ള ഷാങ്ഹായിലാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് പൊന്നു. പൊന്നു ഇന്നലെ നല്ലോണം വോമിറ്റ് ചെയ്തു. ടയർഡായോ? അപ്പോൾ നമ്മൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഷാനു, തന്നൂക്ക ആൻഡ് പൊന്നു ഇന്ന് കുറച്ച് ടയർഡാ. കുറേ ഛർദിച്ച് പൊന്നൂസ്. ഓ കുറച്ചേ നോക്കിയവരാ. നമ്മളങ്ങനെ ഇറങ്ങാണ്. ഇന്നലെ നട്ടപ്പയിരൊക്കെ നമ്മൾ വന്ന് ഇന്ന് ഇവിടെ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. ഇന്ന് കുറച്ച് റിലാക്സായി നമുക്ക് ഷാങ്ഹായ് സിറ്റി മാത്രം എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് പറ്റാവുന്നത്ര. കാരണം നേരത്തെ മെൻഷൻ ചെയ്ത പോലെ പൊന്നു ഒന്ന് വോമിറ്റൊക്കെ ചെയ്തിരുന്നു, ടയേർഡാണ്. അപ്പോൾ പിന്നെ വെറുതെ ഇങ്ങനെ വാക്കിങ് അങ്ങനെയൊക്കെ ആവാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിരിക്കുക. വീഡിയോ തന്നൂക്ക ഇവരെ പോലെ ഇരിക്കാലോ നമുക്ക്. ഒരു പോല തന്നൂക്ക നല്ല രസമുണ്ട്. ഇത് ഇങ്ങനെ തന്നൂക്കാണെങ്കിൽ ഇങ്ങനെ എടുക്കണം ഫോട്ടോ. ആക്ച്വലി അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ പ്ലാൻ ഇട്ടു. അപ്പോഴേക്കും അവിടെ അത്യാവശ്യം കുറച്ച് തിരക്ക് കാണുന്നുണ്ട്. അപ്പോൾ പൊന്നിന് ഞാൻ പറഞ്ഞില്ലേ ടയർഡായതുകൊണ്ട് ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് ഇളനീർ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇളനീർ വാങ്ങാം. സോറി, അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് മാറിപ്പോയി. താങ്ക് യു. കുടിക്ക്, വയറിന് നല്ലതാ. ഒന്നുകൂടി എടുക്കാൻ പറയാം. അതെന്തല്ലോ തിന്നാന്. അങ്ങനെ ഇളനീരൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളിതാ നേരത്തെ കണ്ട ആ ഒരു കോസ്റ്റ്യൂം ഇട്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ പിക്ചർ. സത്യം പറഞ്ഞാൽ ആ ഒരു പിക്ചർ കണ്ടപ്പോൾ തോന്നിയത് നമ്മൾ റാഞ്ചി റാവു സ്പീക്കിംഗ്, മനാർ മത്തായി സ്പീക്കിംഗ് ഇല്ലേ, അതൊക്കെ പോലെയാണ് തോന്നിയത് നമ്മളെ കണ്ടപ്പോൾ. പിന്നെ നമ്മൾ ഈ ഒരു എക്സ്പ്ലോർ ചെയ്യുന്നത് എക്സാക്ട്ലി എവിടെയാണെന്ന് വെച്ചാൽ നാൻജിങ് പെഡസ്ട്രിയൻ സ്ട്രീറ്റാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നല്ല ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയാണ്. പിന്നെ നല്ല യമ്മി ഫുഡ്, ബ്യൂട്ടിഫുൾ ലൈറ്റ്സൊക്കെ ആയിട്ട് എന്തായാലും ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് ഇൻ ഷാങ്ഹായ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ സത്യം പറഞ്ഞാൽ ടൈം പോകുന്നത് അറിയുന്നില്ല. ഇങ്ങനെ വെറുതെ നമുക്കിങ്ങനെ എത്ര ദൂരം വേണമെങ്കിലും ഇങ്ങനെ നടക്കാം. പിന്നെ മൊത്തത്തിൽ ലൈറ്റ്സും. പിന്നെ നമ്മൾ പോയത് ഡിസംബറാണ്, അത്യാവശ്യം തണുപ്പുണ്ട്. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തണുപ്പ് വരുന്നുണ്ട്. ഞാൻ ഇവിടെ നമുക്കൊരു ഫോട്ടോ ആണ്. തന്നൂക്കി വാ. നല്ല ടൗണ്. വാ, ഇവിടെ നോക്കിയാ ഐസ്ക്രീം കുടിക്കുന്ന പൊന്നുകുട്ടി എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാവും. കുറച്ചിറങ്ങനെ ചെറുങ്ങനെ കുടിച്ചല്ലേ. കണ്ണൊക്കെ ഒന്ന് വിടരട്ടെ പൊന്നുണ്ട്. ഇങ്ങനെ നല്ല കാറ്റൊക്കെ തുടങ്ങി. മാസ്ക് ഇടാം. തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കുന്ന തന്നൂക്ക. ഫോട്ടോസ് എടുത്തുകൊണ്ടേയിരിക്കുന്ന ഷാനു.
നടന്ന് നടന്ന് സൈഡായി എന്ന് പറയാൻ പറ്റൂല. വയറ് ഓക്കെ ആവാത്ത പൊന്നു. എന്താ പൊന്നിന് പറ്റിയേ? എന്താ ടവർ അത് ഷാനോ? Oriental Pearl Tower. So we can actually, it's a view tower. We can go top and see the view. ഓറിയന്റൽ Pearl Tower. ടവർ. ഇത് നിങ്ങളിപ്പോൾ കാണുന്ന ഇതാണ് ഓറിയൻ്റൽ പേൾ ടവർ. അതായത് വൺ ഓഫ് ദ ഷാങ്ഹായ്സ് മോസ്റ്റ് ഫേമസ് ലാൻഡ്മാർക്സ് തന്നെയാണിത്. സോ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ ഒരു യുണീക്ക് പേൾ ലൈക്ക് സ്ട്രക്ചർ, ആ ഒരു ഡിസൈനൊക്കെ. അത് നമുക്ക് അടുത്തുനിന്ന് കണ്ണുകൊണ്ട് കാണുമ്പോൾ കുറച്ചുകൂടി രസമുണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ ഒരു ലൈറ്റ്സൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കാണാൻ. നല്ലൊരു സ്ട്രീറ്റ് കേട്ടോ. പഴയ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത്. അവരെ സമ്മതിച്ചു ഇങ്ങനത്തെ കാര്യത്തിൽ, ഇങ്ങനത്തെ നല്ല രസമുണ്ടല്ലോ അതിങ്ങനെ ക്രോസ് ചെയ്യാൻ. എല്ലാം പഠിച്ചിരിക്കല. ഓക്കെ പൊന്നോക്കിയാ നമ്മള് സൈറ്റ് സീയിങ് ബസ്സിൽ കയറാം. മേലും ക്ലോസാ ക്ലോസാ. സൈഡിലിരുന്നോ? ഹലോ ഹലോ. നല്ല തണുപ്പ്. റിലാക്സ് ചെയ്തിരുന്നു. ഷാരൂഖ് ദ ബൺ സൈറ്റ് സീയിങ് ടണൽ. ആക്ച്വലി ബസ്സിൽ കയറിയപ്പോൾ അവർ ചൈനീസിൽ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു എന്താ പറയുക സ്ഥലങ്ങളെ കുറിച്ചിട്ടൊക്കെ. പക്ഷെ നമുക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇതൊരു 40 മിനിറ്റ്സ് ഡ്രൈവാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പുറത്ത് നല്ല തണുപ്പും കൂടി വരികയായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ ബസ്സിലിരുന്ന് മൊത്തത്തിൽ സിറ്റി മൊത്തം കാണാൻ പറ്റി. അതുകൊണ്ട് രസമുണ്ടായിരുന്നു. പൊന്നുകുട്ടി എങ്ങനെയുണ്ട്? മോളെ വയറെങ്ങനെയുണ്ട്? സത്യം പറഞ്ഞേ സത്യം പറഞ്ഞാൽ എനിക്ക് ചൈനയെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ ആയിരുന്നില്ല. ശരിക്കും ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ഷാനും പൊന്നും ഒക്കെ നമുക്ക് ചൈനയിൽ പോകാമെന്നൊക്കെ പറയുമ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ഇത്രമാത്രം അവിടെ പോകാൻ മാത്രം എന്താ, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റായിരുന്നു എനിക്ക്. എസ്പെഷ്യലി നമ്മളെ മൈൻഡിൽ ചൈന എന്നൊക്കെ പറയുമ്പോൾ നോർമലി നമ്മൾ ഈ ചൈനീസ് ഈ ടോയ്സ് അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ ആ ക്വാളിറ്റി തീരെ ഇല്ലാത്തതാണ് ചൈന, അങ്ങനെയുള്ളൊരു ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അധികം പേർക്കും ഉള്ളതൊരു കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ അവിടെ പോയപ്പോൾ മൊത്തത്തിൽ മാറി എന്ന് പറയുക. സത്യമായിട്ട് ഒരു സച്ച് എ വണ്ടർഫുൾ കൺട്രി, ലൈക്ക് ഫുൾ ഓഫ് ഡെവലപ്മെൻറ്റ്, ടെക്നോളജി, വെരി ക്ലീൻ, അത് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട്. പിന്നെ അമേസിങ് ഇൻഫ്രാസ്ട്രക്ചർ, അതൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ റിയലി ഇംപ്രസ്ഡ്. ഞാൻ ഒരിക്കലും മനസ്സിൽ വിചാരിക്കാത്തൊരു സംഭവമായിരുന്നു അവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ടത്. ശരിക്കും നമ്മളിപ്പോൾ ഒരുപാടൊന്നും പോയിട്ടില്ലെങ്കിലും നമ്മളൊരു 8-10 കൺട്രീസൊക്കെ പോയതിൽ വെച്ച് ഞാൻ എന്തായാലും നമ്പർ 1 എന്ന് തന്നെ പറയും ചൈന. ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് റിയലി
അൽഹംദുലില്ലാ എന്തായാലും അവിടെയൊക്കെ കാണാൻ പറ്റിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. നമ്മൾ മൊബൈലിങ്ങനെ വീഡിയോ ഓണാക്കി വെച്ചാൽ പിന്നെ ഓഫാക്കാൻ പറ്റില്ല, കാരണം ഫുള്ള് നല്ല വ്യൂസൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ കുറച്ച് ക്ലിപ്സാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇതാ പൊന്നൂസ് ഉറങ്ങിപ്പോയി. നമ്മളിതാ മസാല മന്ദിര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുക. പാട്ടെല്ലാം വന്ന് നമ്മൾ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഇത്ര ചെയ്തുകൊള്ളൂ. ആ റെസ്റ്റോറൻറ്റിലുള്ള ആൾ പൊന്നൂന് ഒരു ഡ്രിങ്കൊക്കെ കൊടുത്തു, കാരണം ചിലപ്പോൾ അസിഡിറ്റി അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും ഫുഡ് പോയ്സൺ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാവാന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം പൊന്നൊന്ന് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഒരു ലൈറ്റ് ഫുഡാണ് കഴിച്ചത്. അതാ നമ്മളിനി ഹോട്ടലിലേക്ക് പോവാണ്. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ചൈനയിൽ പറയാനുണ്ട്. അതുമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരെ മാസലാമ.